ശാസ്ത്രജ്ഞന്മാർ ആത്മാന്വേഷികളാകാമോ? ഇത്തരം ആളുകൾക്ക് ദൈവവിശ്വാസം പാടില്ല എന്നുണ്ടോ? ആരാധനാലയങ്ങൾ ഇത്തരക്കാർക്ക് നിഷിദ്ധമാണോ? സമ്പന്നവും സങ്കീർണവുമായ ഒരുപാട് വിമർശനങ്ങളും വാഗ്വാദങ്ങളും ഈ മേഖലയിൽ മുമ്പ് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവശാസ്ത്രം, അർത്ഥം, ഉദ്ദേശ്യം, ദൈവീകത എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിരീക്ഷണം, പരീക്ഷണം, തെളിവുകൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ന്യായവാദത്തിലൂടെയാണ് ശാസ്ത്രം പ്രകൃതിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആധുനിക ശാസ്ത്രം ദൈവശാസ്ത്രവുമായി ചേരുന്നു എന്ന് തോന്നുന്ന ഒരു കൗതുകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പ്രസ്താവിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ തിരുവെഴുത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആശയവും ആധുനിക ശാസ്ത്രീയ ആശയങ്ങളും, പ്രത്യേകിച്ച് ഊർജം, പിണ്ഡം, പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എന്നിവയെക്കുറിച്ചുള്ള ധാരണകളിൽ കൗതുകകരമായ ചില സമാനതകൾ കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഊർജവും പിണ്ഡവും തമ്മിലുള്ള ബന്ധത്തിൽ.